ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ 5 ഘട്ടങ്ങളിലെയും ആകെ പോൾ ചെയ്തവരുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നടപടി 6ാം ഘട്ടത്തിൽ എത്തിയിട്ടും യഥാർത്ഥ വോട്ടിംഗ് ശതമാനം പുറത്തുവിടാൻ കമ്മീഷൻ ഇതുവരെയും തയ്യാറാവാത്തൊരു നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും രൂക്ഷമായ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ഈ ഒരു വ്യാപക വിമർശനത്തിന് ശേഷമാണ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ഒരു നടപടി. വിഷ്ണു തലകൂർ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിനിഷ. നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയിലാണ് വിഷ്ണു നിൽക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുകയാണ് രാവിലെ തന്നെ. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്? ഇത്തരം നാട്ടുകാരും നിങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നത് മൊത്തം വ്യാജ പ്രചാരണങ്ങളാണ്. കമ്മീഷൻ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവിടുന്നതിലോ പോളിംഗ് ശതമാനം പുറത്തുവിടുന്നതിലോ ഒരു കാലതാമസം വരുത്തിയിട്ടില്ല എന്ന് പറയുന്നു. കൃത്യമായ കണക്കുകളല്ല കമ്മീഷൻ പുറത്തുവിടുന്നത് എന്ന വ്യാപക വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് പോകുന്നു. നരേന്ദ്രമോദിക്ക് പ്രിയപ്പെട്ട കുറച്ചു പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഘട്ടം ഘട്ടങ്ങളായി 6 ഘട്ടം കഴിഞ്ഞ ഒരു സാഹചര്യത്തിലും വലിയ രീതിയിലുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിടേണ്ടി വരുന്നത്. വിനിഷ, തീർച്ചയായിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തലത്തിലുള്ള വിമർശനങ്ങളാണ് ഇത്തവണ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുന്നേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെക്കുന്നു. പിന്നീട് ആ ഒഴിവിലേക്ക് 2 പേര് വീണ്ടും നിയമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്നു മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയൊക്കെ തന്നെ വലിയ പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ, വോട്ടർ ടേൺ ഔട്ട് അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നില്ല. ഇത് പ്രസിദ്ധീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ കാലതാമസം വരുത്തുന്നു എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്നത്. അതോടൊപ്പം ADR എന്ന് പറയുന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ വിവരങ്ങൾ, ബൂത്ത് തലത്തിലെ അടക്കം വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ADR സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചെങ്കിലും ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞാണ് മാറ്റിവെച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 5 ഘട്ടങ്ങളിലെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളടക്കം ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ അടക്കമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 1ാം ഘട്ടത്തിൽ 66.14%, 2ാം ഘട്ടത്തിൽ 66.71%, 3ാം ഘട്ടത്തിൽ 65.68%, 4ാം ഘട്ടത്തിൽ 69.16%, 5ാം ഘട്ടത്തിൽ 62.20% എന്നിങ്ങനെയാണ് ഒരു പോളിംഗ് ശതമാനം. ഇതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 1ാം ഘട്ടത്തിൽ 11 കോടി ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ 10.58 കോടിയും, 3ാം ഘട്ടത്തിൽ 11.32 കോടി, 4ാം ഘട്ടത്തിൽ 12.24 കോടി, 5ാം ഘട്ടത്തിൽ 5.57 കോടി എന്നിങ്ങനെയാണ് ഈ പോൾ ചെയ്തവരുടെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പൂർണ്ണമായി തന്നെ ഈ കണക്കുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് 6ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാത്രം ഈ കണക്കുകൾ പുറത്തുവിടാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരിക്കുന്നത്. വിനിഷ. വിഷ്ണു, ഈ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ ഏത് രീതിയിലാണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷ? നേരത്തെ വിഷ്ണു തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ മണ്ഡലങ്ങളിലും കയറി ഇറങ്ങി വർഗീയ പ്രചാരണം, വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു. മറുഭാഗത്ത് ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നിവയൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് 6ാം ഘട്ടം. അതിനാൽ തന്നെ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷകളായിരുന്നു 6ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ മുന്നണിയും വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷേ ഈ പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് മുന്നണികളുടെ ഒരു കാൽക്കുലേഷൻ?
വിനീഷ, ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത് BJP തന്നെയാണ്. അത് രണ്ടാം ഘട്ടം മുതൽ തന്നെ നമുക്ക് BJPയുടെ ആശങ്ക പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് BJP വലിയ തലത്തിലുള്ള വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധതയിലൂന്നിയുള്ള പ്രചരണത്തിലേക്കൊക്കെ തന്നെ കടന്നത്. ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അത്തരമൊരു പ്രചരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. രണ്ടാം ഘട്ടം കഴിഞ്ഞതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിലേക്ക് മുഴുകുന്നതും നമ്മൾ കണ്ടതാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഇത്തവണ വലിയ തലത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയ തലത്തിലൊരു സ്വീകാര്യത ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും BJPക്കെതിരായിട്ടുള്ള വലിയ ജനരോഷം കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് ഉത്തർപ്രദേശിലടക്കം അത്തരത്തിൽ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 6ാം ഘട്ടത്തിൽ ഹരിയാനയിലും ദില്ലിയിലുമൊക്കെ തന്നെ പോളിംഗ് കഴിഞ്ഞത്. ഹരിയാനയിൽ BJPക്ക് ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് പോലും ഒരു പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ കർഷക പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അമിത്ഷായ്ക്ക് പോലും ഹരിയാനയിലെ റാലികൾ റദ്ദാക്കേണ്ട സാഹചര്യം പോലും വന്നു. അപ്പോൾ അത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും BJPക്കെതിരായിട്ടുള്ള ഒരു വികാരം അതിശക്തമായി തന്നെ പ്രകടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിനിഷ. ശരി വിഷ്ണു.